Hi all, welcome back to another video. So today's video we are discussing dissolution of partnership firmile illustrations ആണ്. So ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻസോൾവൻസി ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാവരും ഇൻസോൾവെന്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് പോവാം. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഇൻസോൾവൻസി ഓഫ് ഓൾ പാർട്ട്നേഴ്സ് എന്നുമായിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് ആണ്. നോർമലി അസറ്റ്സുകളൊക്കെ സെല് ചെയ്യും, ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യും, ബാക്കി പൈസ ഓണേഴ്സ് കൊണ്ടുപോകും. സിറ്റുവേഷൻ 2, അസറ്റ്സുകൾ സെല് ചെയ്യുന്നു, ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്നു, ബാക്കി പൈസ ഓണേഴ്സിന് കൊടുക്കുമ്പോൾ ഒരാൾ ഇൻസോൾവെന്റ് ആവുന്നു. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക? അതൊക്കെ ചെയ്തു. അസറ്റ്സുകൾ സെല് ചെയ്യുന്നു, ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യുന്നു, ഓണേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഓണേഴ്സിൽ ഒരാളല്ല എല്ലാവരും ഇൻസോൾവെന്റ് ആണ്. ആ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാനാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിലും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് അക്കൗണ്ടുകളൊക്കെ വരക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ അവസ്ഥ, നമ്മളെല്ലാവരും ഇൻസോൾവെന്റ് ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര് ഇൻസോൾവെന്റ് ആണെങ്കിൽ 3 പേരും കൂടി എങ്ങോട്ടെങ്കിലും ഓടും, എവിടേക്കെങ്കിലും ഓടി കഴിച്ചിട്ടാവും. ജീവനും കൊണ്ട് എവിടേക്കെങ്കിലും ഓടുക എന്നല്ലാതെ അവർ ആ സമയത്ത് പോയിട്ട് റിയലൈസേഷനെ കൊണ്ട് പാർട്ട്ണർ ചോറ് കഴിക്കാൻ അരി വാങ്ങാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് റിയലൈസേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് ബാങ്ക് അക്കൗണ്ട് വരച്ച് കളിക്കുന്നത് അല്ലേ. എന്നാപ്പാ ഇത്? ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? ഇൻസോൾവൻസി ഓഫ് ഓൾ പാർട്ട്നേഴ്സിൽ ഇതൊന്നും വരക്കലൊന്നല്ല കാര്യങ്ങൾ. ആളുകൾ 4 ഭാഗത്തേക്ക് നട്ടോടോടും കിട്ടിയ. പക്ഷെ നമ്മൾ ലിക്വിഡേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു ഫീലിങ്സും ഇമോഷൻസും ഇല്ലാതെ നമുക്ക് കുറെ എന്ത് വരക്കാൻ പറയും, മക്കളെ അക്കൗണ്ട് വരക്കാം. അത്തരം ഒരു ഫീലിങ്സും ഇമോഷൻസും ഇല്ലാത്ത കുറെ അക്കൗണ്ടിൽ വരക്കുന്നതാണ് നമ്മളോട് പഠിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. അസറ്റ്സുകൾ സെല് ചെയ്ത് ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ സിറ്റുവേഷനിൽ എക്കും ബിക്കും അവർ രണ്ടുപേരും സോൾവെന്റ് ആണ്. സി ഇൻസോൾവെന്റ് ആകുമ്പോൾ സിന്റെ പൈസ കൂടി ആര് സഹിക്കും? എ ബി സഹിക്കും. ഇനിയിപ്പോൾ അസറ്റ്സുകൾ സെല്ല് ചെയ്തിട്ട് ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യാൻ വരുന്ന സമയത്ത് ലയബിലിറ്റി കൊടുക്കാൻ പോലും പൈസ തികയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോക്കാം. ലയബിലിറ്റി കൊടുക്കാൻ പോലും പൈസ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എയും ബിയും കൊണ്ടുവരും. ഈവൻ സി ഇൻസോൾവെന്റ് ആണെങ്കിൽ പോലും എയും ബിയും ലയബിലിറ്റി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പൈസയും കൊണ്ടുവരും, സിയുടെ ഡെഫിഷ്യൻസിയും കൊണ്ടുവരും. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. കിട്ടിയ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അസറ്റ്സുകൾ സെല്ല് ചെയ്ത് ലയബിലിറ്റീസുകൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനുള്ള പൈസ മതിയായിട്ട് നമ്മുടെ രൂപത്തിൽ നമ്മുടെ കയ്യിലില്ല. ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ ലിക്വിഡേറ്റർ ആരെ നോക്കുക? ഓണേഴ്സിനെ, പാർട്ട്നേഴ്സിനെ. 3 പാർട്ട്നേഴ്സ് ആണെങ്കിൽ 3 പാർട്ട്നേഴ്സ്, 4 പാർട്ട്നേഴ്സ് ആണെങ്കിൽ 4 പാർട്ട്നേഴ്സ്, എല്ലാവരും ഇൻസോൾവെന്റ്. ആർക്കും ഒരു ഉറുപ്പ് എടുക്കില്ല. അപ്പൊ എന്താ ചെയ്യാ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ കൊടുക്കുക, വീട്ടിൽ പോവാം. വേറെ ഒന്നും ചെയ്യാനില്ലടാ. എന്ത് ചെയ്യാ? ഇവിടുത്തെ അസറ്റ്സ് മൊത്തം വിറ്റ് കൊടുക്കാനുള്ള കൊടുത്ത് ഇനി കുറെ ആൾക്കാർക്ക് പൈസ കിട്ടാണ്ട് അവർ ആകെ കടബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള ആൾക്കാർ ബിയൂസ് ചെയ്യാം. അവരാണെങ്കിലോ കോർട്ട് ബാഡ് ചെയ്തിരിക്കണ എന്തായിട്ട് ഇൻസോൾവെന്റ് ആയിട്ട് ഒന്നും ചെയ്യാനില്ല. ബായ് പറയാ, വീട്ടിൽ പോവാ. പക്ഷെ നമ്മളെല്ലാം തുടങ്ങിയത് ജാലൻട്രികൾ എഴുതിയിട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എല്ലാം വരച്ചിട്ടാണ് ഇതിന്റെ മക്കളെ അവസാനിപ്പിക്കുക. ദിസ് ടൈം ഓൾസോ വി ആർ പ്രിപ്പയറിംഗ് സോറി റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. വാട്ട് ബ്ലണ്ടേഴ്സ് ആം ഗോയിങ് ടു ഡു. അതെന്നെ ചെയ്യാം. ദാറ്റ് ബ്ലണ്ടേഴ്സ് ആം ഗോയിങ് ടു ഡു. കംഫർട്ടബിൾ, ഫൈൻ. സോ നമുക്ക് നേരെ ഇല്ലുസ്ട്രേഷൻ വായിക്കാൻ ചെയ്യാം. സോ കുട്ടി ക്വസ്റ്റ്യൻ. ആക്ച്വലി ഒരൊറ്റ തമ്പ് റൂൾ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആ തമ്പ് റൂൾ ആദ്യം തന്നെ പറയാതെ നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ആൻഡ് തമ്പ് റൂൾ ഈസ്, നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് അസറ്റ്സ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും, ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യില്ലേ? ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യരുത്. ലയബിലിറ്റി അക്കൗണ്ടുകൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. പകരം ഏതൊക്കെ ലയബിലിറ്റി ആണോ നിലവിലുള്ളത് അതത് ലയബിലിറ്റി അക്കൗണ്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരിക്കലും ലയബിലിറ്റി അക്കൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട, റിയലൈസേഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട. കാരണം അസറ്റ്സുകൾ സെല് ചെയ്ത് ലയബിലിറ്റി കൊടുക്കാൻ പോലും എന്തില്ല? പൈസ ഇല്ല. സോ ദാറ്റ്സ് വൈ നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ലയബിലിറ്റി അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട. അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ. സോ ഇൻ ദിസ് കേസ് വി ആർ പ്രിപ്പയറിംഗ് ലോട്ട് ഓഫ് അക്കൗണ്ട്. ഒന്നാമത് ഒരുപാട് ബ്ലണ്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് അക്കൗണ്ട് കൂടി ചെയ്തിട്ട് പൊട്ടത്തരങ്ങൾ കാണിക്കും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പൊട്ടത്തരം ഒന്നല്ല, സംഭവം സെറ്റാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളോ ഗുണങ്ങളോ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ എഴുത്തും കുത്തും വരെയും കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ
നമുക്ക് വായിച്ചു നോക്കാം. ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, 1,00,000 രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഉണ്ട് 10,000 റുപ്പീസിന്, പി കൊടുക്കാണ്ട്, ക്യൂ കൊടുക്കാണ്ട്, ആർ കൊടുക്കാണ്ട്, ബാങ്ക് ലോൺ കൊടുക്കാണ്ട്, ക്രെഡിറ്റേഴ്സ് കൊടുക്കാണ്ട്. നിങ്ങൾ ആലോചിച്ചേക്കാം, ഇന്ന് നിങ്ങൾക്ക് ഈ ഫിക്സ്ഡ് അസറ്റ് വിറ്റ് 1,00,000 രൂപ തന്നെ കിട്ടിയാൽ ഈ 10,000 രൂപ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ 1,10,000 എന്ത് ഈസി ആയിട്ട് പിന്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും പൈസയും കൊടുത്ത് ബാങ്ക് ലോൺ അതൊക്കെ കൊടുക്കാൻ പറ്റും. അതൊക്കെ സൂപ്പർ. പക്ഷെ ആ ഫിക്സ്ഡ് അസറ്റ് വിറ്റാൽ 1,00,000 കിട്ടണ്ടേ? കിട്ടിയതൊക്കെ ചെയ്യാൻ പറ്റും. കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? കഷ്ടപ്പാടിൻ്റെ കൊടുമുടിയായിരിക്കും. ആ കഷ്ടപ്പാടിൻ്റെ കൊടുമുടിനെ കുറിച്ചിട്ടാണ് ഇനി ചർച്ച. ഓൾ ദ പാർട്ട്നേഴ്സ് ഡിക്ലെയർഡ് ഇൻസോൾവെന്റ്. നന്നായി, എല്ലാവരും ഇൻസോൾവെന്റ് ആണ്. നന്നായി. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 5:3:2 ആണ്. അസറ്റ്സ് വിറ്റപ്പോൾ ആകെ കിട്ടിയത് 60,000 രൂപയാണ്. പ്രിപ്പയർ ദാറ്റ് ദിസ് അക്കൗണ്ട് ടു ക്ലോസ് ദ ബുക്സ്. അപ്പൊ ഇത് കുട്ടി ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇവിടെ ആകെ 1,00,000 രൂപേന്റെ ഫിക്സ് അസറ്റ് ഉള്ളത്, അത് വിറ്റപ്പോൾ ആകെ കിട്ടിയ എത്രയാണ്? 60,000 രൂപയാണ്. അപ്പൊ നമ്മളെ കയ്യിൽ ആകെ ഉള്ളത് 60,000 രൂപയും നമ്മളെ കയ്യിൽ ആകെ ഉള്ള 10,000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആകെ ഉള്ള പൈസ 70,000 രൂപയാണ് ആകെ ഉള്ളത്. ഈ 70,000 രൂപയുണ്ട്, 1,10,000 കൊടുക്കാനും ഉണ്ട്. 70,000 രൂപയാണ് ആകെ നമ്മളെ കയ്യിലുള്ളത്, 1,10,000 രൂപ കൊടുക്കാണ്ട്. സിറ്റുവേഷൻ പറയട്ടെ മക്കളെ, ഇനി ഈ ബാക്കിയുള്ളവരെ പൈസ കൊടുക്ക, പാർട്ട്നേഴ്സിന്റെ കാര്യം വിടൂ, അത് വിടൂ പ്ലീസ്, അത് വിടൂ. ബാങ്ക് ലോൺ 60,000 കൊടുക്കാണ്ട്, ക്രെഡിറ്റേഴ്സ് 40,000 കൊടുക്കാണ്ട്, ഇവർക്ക് മാത്രം കൊടുക്കാണ്ട് ലക്ഷം. നമ്മളെ കാര്യം വിടൂ, ഇവർക്ക് 1,00,000 കൊടുക്കാല്ലേ, അതിന് ആകെ 70,000 ഉള്ളൂ. ഇനി ബാക്കി പൈസ നോർമൽ സിറ്റുവേഷനിൽ പിയും ക്യൂവും ആറും വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. പിയും ക്യൂവും ആറും വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അവർക്ക് ചോറിക്കാൻ പൈസ അവരുടെ അടുത്തില്ല, ഫുള്ളി ഇൻസോൾവെന്റ് ആണ്. സോ ഇത് സിനാരിയോ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? ഒറ്റ കാര്യമുള്ളൂ, ഈ 70,000 എടുക്കുക, ഈ ബാങ്ക് ലോണിനും ക്രെഡിറ്റേഴ്സിനും കൊടുക്കുക, ബായ് എടുക്കുക, പോവുക. സാർ എങ്ങനെയാണ് 70,000 ഈ ക്രെഡിറ്റേഴ്സിനും ബാങ്ക് ലോണിനും കൊടുക്കുക? ഈക്വലായിട്ട് കൊടുക്കുക. ഈക്വലായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? 70,000 ഡിവൈഡ് ബൈ 2, 30,000 കൊടുക്കേ? എടാ, അവര് തമ്മിലുള്ള ഈക്വാലിറ്റി എന്താ പറയുക മക്കൾ? ഞാൻ സംസാരിക്കുന്ന ഈക്വലായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈക്വാലിറ്റി നമ്പേഴ്സിന്റെ ഈക്വാലിറ്റി അല്ല, ഫീലിങ്സിന്റെ ഈക്വാലിറ്റി. എന്താ സാർ അങ്ങനെ ഒരു സാധനം? നമ്പേഴ്സിന്റെ ഈക്വാലിറ്റി അല്ല, ഫീലിങ്സിന്റെ ഈക്വാലിറ്റി ആണ്. എടാ, നമ്പേഴ്സിന്റെ ഈക്വാലിറ്റി 70,000 ഡിവൈഡ് ബൈ 2 35,000 ആണ്. പക്ഷെ അവര് നമ്മളിപ്പോ 35,000 രണ്ടുപേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ പറയും 60,000 കിട്ടാനുള്ള എനിക്ക് 30,000, ഈ 40,000 കിട്ടാൻ ഈ പൊട്ടന് 30,000. ഇതെന്ത് തേങ്ങ ആകത്തല്ലോ. അത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. നമ്പേഴ്സിന്റെ ഈക്വാലിറ്റി അല്ല ഈക്വാലിറ്റി, ഫീലിങ്സിൽ ഈക്വൽ ആവണം. അവരെ ഞാൻ ട്രീറ്റ് ചെയ്യണം ഈക്വലായിട്ട്. അങ്ങനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവർ തമ്മിൽ റേഷ്യോയിൽ ഡീൽ ചെയ്യണം. എങ്ങനെ? 60,000:40,000, 60:40, 6:4, 3:2. അപ്പൊ ഈ എമൗണ്ട് 70,000 ഞാൻ ഇവർക്ക് 3:2 കൊടുക്കണം. ഈ എമൗണ്ട് 70,000 അവർക്ക് ഞാൻ 3:2 കൊടുക്കണം. സോ എങ്ങനെ നമ്മൾ 3:2 കൊടുക്കാം? ടേക്ക് ഒരു കാൽക്കുലേറ്റർ. സോ ഇറ്റ് ഈസ് ലൈക്ക് 70,000 ഇൻറ്റു എത്ര മക്കളെ പറഞ്ഞേ? 3:2 അല്ലേ പറഞ്ഞേ? 3/5. 42,000 രൂപ ആർക്ക്? ബാങ്ക് ലോണും. ബാക്കി 18,000 രൂപ, 18,000 അല്ല, എത്ര? 42,000 മൈനസ് 70,000 എന്ന് പറഞ്ഞാൽ 18,000 28,000. 28,000 രൂപ ആർക്കും പറയും മക്കളെ? ക്രെഡിറ്റേഴ്സിന് കൊടുത്താൽ ടാറ്റയും കൊടുത്ത് ബായും കൊടുത്ത് വീട്ടിൽ പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലായി. 42ഉം 28ഉം ഈക്വൽ ആടാ. അതാണ് അവരുടെ ഈക്വാലിറ്റി. അതാണ് ഞാൻ നേരത്തെ സാറ് പറഞ്ഞത്. നമ്പേഴ്സിൽ ഈക്വാലിറ്റി അല്ല മാറ്റർ, ഫീലിങ്സിൽ ഈക്വൽ ആക്കാം. നമ്പർ ഈക്വൽ എന്ത് ഈക്വാലിറ്റിയാ? അതിൽ ഈക്വാലിറ്റി ഇല്ല. കംഫർട്ടബിൾ സർ? എവ്രിബഡി ഓഫ് കോഴ്സ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേരെ ചെയ്താലോ. ഒരു കാര്യം ക്ലിയർ ആണ്, അസറ്റ്സ് വിറ്റ് കിട്ടുന്ന പൈസ അത് നോട്ട് ഈവൻ സഫീഷ്യൻ ടു പേ എന്ത് പറയും മക്കളെ? ലയബിലിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലയബിലിറ്റി അക്കൗണ്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ലേ? അത് നിങ്ങൾ കൺസേൺഡ് അക്കൗണ്ട് വരച്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോവാം. Let's directly move to the solution. So we are preparing realization account. Normally prepare ചെയ്യുന്ന പോലെ ക്യാഷ് അക്കൗണ്ട്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ലയബിലിറ്റികൾ നമ്മൾ എന്ത് ചെയ്യില്ല, ലയബിലിറ്റി അക്കൗണ്ടുകൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ഓൾ പാർട്ട്നേഴ്സ് ഇൻസോൾവെന്റ് ആണെങ്കിൽ നമ്മൾ ആ കൺസേൺഡ് ലയബിലിറ്റി അക്കൗണ്ട് എന്ത് ചെയ്യണം പറയും മക്കളെ? പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ലയബിലിറ്റി അക്കൗണ്ട് അല്ലേ ഉള്ളത്, അത് രണ്ടും പ്രിപ്പയർ ചെയ്യുക. ഏതൊക്കെയാണ് അക്കൗണ്ട്? ഒരു ബാങ്ക് ലോൺ അക്കൗണ്ട് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ വരക്കുക. അതേപോലെ നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വേണം. അപ്പൊ ആ ഒരു അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. ഇനി ഒരു അക്കൗണ്ടും കൂടി വരക്കണം. ഈ അക്കൗണ്ട് എന്താ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം.
തൽക്കാലം ഒരു അക്കൗണ്ട് വരച്ചിടുക. ഇപ്പൊ ശരിക്കും 3 അക്കൗണ്ട് വരയ്ക്കുന്നിടത്ത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എത്ര അക്കൗണ്ട് വരച്ച്? 6 അക്കൗണ്ട് വരച്ച്. 6 അക്കൗണ്ടിന് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. എത്ര ലയബിലിറ്റി അക്കൗണ്ട് ആണുള്ളത് അത്രയും ലയബിലിറ്റി അക്കൗണ്ട് വരക്കണം. ഇപ്പൊ ഈ അക്കൗണ്ടിന്റെ പേര് ഞാൻ തൽക്കാലം ഇവിടെ എഴുതുന്നില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എഴുതുക എന്താന്നുള്ളത് എഴുതാം. ഇപ്പൊ തൽക്കാലം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ അക്കൗണ്ട് സാധാരണ വരയ്ക്കുന്ന പോലത്തെ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാഷ് ബാങ്ക് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ബാങ്ക് ലോൺ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് എന്ത് പറയും മക്കളെ, ഒരടുത്തൊരു അക്കൗണ്ട് വെച്ചിട്ട് അത് എന്താ നമ്മൾ എഴുതിയിട്ടില്ല. സോ നമുക്ക് നേരെ ചെയ്താലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡിസ്മാൻലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. സോ ഡിസ്മാൻലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ ഡെബിറ്റ് സൈഡിൽ വരികയാണ്. ഇവിടെ ഇതാണ് ഫിക്സ്ഡ് അസെറ്റ്, എത്ര 1 lakh. പിന്നെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് ക്യാഷ് ഉണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കാം, ബാലൻസ് ബ്രോഡ് ഡൗൺ, സ്പീഡ് ആയിക്കോട്ടെ 10,000. ഇപ്പൊ അസെറ്റ് സൈഡത്തെ എല്ലാം കഴിഞ്ഞു. ഈ ലയബിലിറ്റി സൈഡിൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, ബാലൻസ് ഉണ്ട്. നമുക്ക് എഴുതി കൊടുക്കാം ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്രയ്ക്കാണ് മക്കളെ ബാലൻസസ് ഉള്ളത്? 5,000, 3,000, 2,000. മാത്രമല്ല ഈ ഒരു ഇലിസ്ട്രേഷനിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ലയബിലിറ്റി അക്കൗണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പകരം അത് കൺസേൺഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞത്. നേരെ ബാങ്ക് ലോൺ അക്കൗണ്ടിലേക്ക് വരിക. ഞാൻ സാധാരണ അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ബ്രോഡ് ഡൗൺ 60,000. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വന്നിട്ട് സാധാരണ പോലെ തന്നെ ബാലൻസ് ബ്രോഡ് ഡൗൺ 40,000. ഈ അക്കൗണ്ട് എന്താന്ന് പോലും നമുക്കറിയില്ല. തൽക്കാലം അവിടെ എടുക്കട്ടെ, കംഫർട്ടബിൾ ആണല്ലോ. ഇനി സാധാരണ ചെയ്യുന്ന പോലെ അസറ്റ്സുകൾ റിയലൈസ് ചെയ്യുക. അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നുണ്ട്. അസറ്റ്സ് റിയലൈസ് ചെയ്യുമ്പോൾ അപ്പോൾ 60,000 രൂപയാണ് കിട്ടി. സോ നമ്മൾ അസറ്റ്സിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതും ക്യാഷ്. 60,000 നമ്മൾ നേരെ ക്യാഷിൽ ചെയ്തു. റിയലൈസേഷൻ 60,000. സിമ്പിൾ ആസ് ദാറ്റ്. വേറെ എന്തെങ്കിലും റിയലൈസേഷൻ എക്സ്പെൻസ് ഒന്നുമില്ല, വേറെ ഇഷ്യൂസോ കാര്യമോ ഒന്നുമില്ല. നേരെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അത് ഇവിടെ 1 ലക്ഷമാണുള്ളത്. ഞാൻ ഇവിടെ 1 ലക്ഷം എഴുതി. ഇവിടെ ഞാൻ എഴുതിയാണ് 1 lakh. ജസ്റ്റ് ബാലൻസ് ചെയ്ത് ലോസ് വന്നിട്ടുണ്ട് 40,000. സോ ആരൊക്കെയാണ് ഷെയർ ചെയ്യുക? PQR. PQR തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 5:3:2. സോ നമുക്കൊന്ന് ചെയ്യാം, 5:3:2 ചെയ്യാം. 40,000 ഇൻറ്റു 5/10, 20,000. 5:3:2 അല്ലേ? ഓക്കെ. 40,000 ഇൻറ്റു 3/10, 12,000. 40,000 ഇൻറ്റു 2/10, 8,000. സോ ലോസ് വന്നാൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ലോസ് ഇവിടേക്ക് എഴുതിയിരിക്കുക സാധാരണ പോലെ. അപ്പോൾ ഏത് അക്കൗണ്ട് കഴിഞ്ഞു? റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് ഓവർ. ഇത് സിമ്പിളാണ്. ടൈം എത്രയൊക്കെ സിമ്പിളാണ്. പറപ്പിച്ചോണ്ടിട്ടോ എല്ലാവരും, പറപ്പിച്ചോണ്ടിട്ടോ. നേരെ ഇവിടെ എഴുതി കൊടുക്കുകയാണ്. ലോസസ് ഉണ്ട്, ഇവിടെ എഴുതുകയാണ് റിയലൈസേഷൻ. എത്രയൊക്കെയാണ്? 20,000, 12,000, 8,000. ഇനി നമ്മളെ കയ്യിൽ ആകെ എത്ര പൈസ ഉള്ളത് പറയും മക്കളെ? 70,000. ഈ 70,000 കൂടുതൽ ഒരു ഉറുപ്പ് എടുക്കാൻ നമ്മൾ ആരും എടുത്തില്ല. കാരണം എല്ലാവരും എന്താണ്, ഇൻസോൾവെന്റ് ആണ്. അപ്പോൾ ഈ 70,000 നമ്മൾ നേരെ ആർക്ക് കൊടുക്കും? 2 പേര് കൊടുക്കും. ആർക്കൊക്കെയാണ്? ഒന്ന് ക്രെഡിറ്റേഴ്സിന് കൊടുക്കും, ഒന്ന് ബാങ്ക് ലോൺ കൊടുക്കും. ഫസ്റ്റ് ബാങ്ക് ലോൺ അല്ലേ? ഫസ്റ്റ് ബാങ്ക് ലോൺ കൊടുക്കും. അതുപോലെ നമ്മൾ എവിടേക്കും കൊടുക്കും പറയും മക്കളെ? ക്രെഡിറ്റേഴ്സിനും കൊടുക്കും. ബാങ്ക് ലോൺ എത്ര കൊടുക്കുക? നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് പറയാം 70,000 ഇൻറ്റു അവർ തമ്മിലുള്ള റേഷ്യോ 3/5 ഇസ് ഈക്വൽ ടു 42,000 കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ എത്ര കൊടുക്കുക മക്കളെ? 28,000 കൊടുക്കും. ഇനി വേറെ പൈസ ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് ഏത് അക്കൗണ്ട് കഴിഞ്ഞ്? ക്യാഷ് അക്കൗണ്ട് ഓവർ. ഇനി വേറെ കാശും കാലം ഇവിടെ ഇല്ല. നേരെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും ബാങ്ക് ലോൺ അക്കൗണ്ടിലൊക്കെ വരാം. ബാങ്ക് ലോൺ അക്കൗണ്ടിൽ വരിക. പൈസ കൊടുക്കുമ്പോൾ കൊടുക്കാനുള്ള പൈസ കുറയും. കുറയാനുള്ള കാരണം ക്യാഷ് കൊടുത്തുകൊണ്ടാണ്. 42,000 റുപ്പീസ് കൊടുത്ത്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ കുറച്ച് പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്യാഷ് കൊടുത്ത ലയബിലിറ്റി കുറയും, വിച്ച് ഇസ് ഈക്വൽ ടു 28,000 റുപ്പീസ് കുറയും. ഇനി പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനോ കിട്ടാനോ ഒന്നുമില്ല. എല്ലാവരും കഷ്ടപ്പാടിലാണ്, നമ്മളും കഷ്ടപ്പാടിലാണ്, അവരും ഇൻസോൾവെന്റ് ആണ്. പ്രയാസങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ള പഴം എന്താണെന്ന് അറിയാം. അപ്പോൾ പഠിപ്പിച്ചാൽ ശ്രദ്ധിച്ചോ. പക്ഷേ ഈ അക്കൗണ്ടുകളിൽ ഇപ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ഡൗൺ ആയി പോയി, ഈ അക്കൗണ്ടും ക്ലോസ് ആയി പോയി. പക്ഷെ ഈ അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ഈ അക്കൗണ്ട് ഒക്കെ എടുക്കുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്യുക, സിമ്പിൾ പരിപാടി. സൈഡ് കൂട്ടുക. നല്ല ശ്രദ്ധിച്ചു. ഭയങ്കര രസമുള്ള പരിപാടി കേട്ടോ. 60,000 എഴുതി. എന്നിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഡിഫറൻസ് ഉണ്ട്. എത്ര ഡിഫറൻസ് ഉള്ളത്? 18,000. 18,000 അവിടെ എഴുതുക. അതെന്താണ്? ഒന്നുമില്ല, പൈസ ഇല്ല എന്ന് എഴുതുക. അല്ല പിന്നെ അവിടെ ചോറ് കഴിക്കാൻ പൈസ ഇല്ല. അപ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ പൈസ ഇല്ല എന്ന് എഴുതുക. കിട്ടിയ ഈ പൈസ ഇല്ലാന്ന് എഴുതുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് എന്ത് പറയും മക്കളെ? ഡെഫിഷ്യൻസി. ഞാൻ അത് കണ്ടിട്ട് വേറെ എന്തോ സംഭവമാക്കണ്ട. നമുക്ക് നേരെ ഇവിടെ എന്ത് ചെയ്താൽ ഡെഫിഷ്യൻസി എഴുതിയാൽ മതി.
സംഭവം എന്തെന്നെ പറയും, പൈസ ഇല്ലാത്ത അക്കൗണ്ട്, ഡെഫിഷ്യൻസി അക്കൗണ്ട്. നേരെ ഈ അക്കൗണ്ടിൽ വരിക, ഇവിടെ എഴുതുക 40,000 രൂപയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. പക്ഷെ മാക്സിമം മക്കളെ നമ്മളെ കൊണ്ട് എത്ര തരാൻ പറ്റുള്ളൂ? 28,000. ബാക്കി 12,000 രൂപ തരാൻ തൽക്കാലം ഇല്ല, പൈസ ഇല്ല എന്ന് എഴുതാം. പൈസ ഇല്ല എന്ന് ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്ത മക്കളെ? എന്ത് ചെയ്ത? ഡെഫിഷ്യൻസി കിട്ടിയ കംഫർട്ടബിൾ ആണല്ലോ. നേരെ ഇവിടെ വരാം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാം. ഇവിടെ ഇത് തന്നെ പരിപാടി. 20,000 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്, 5,000 രൂപയെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുള്ളൂ. ഇവൻ എത്ര പൈസ ഇങ്ങോട്ട് തരാനുണ്ട്? 15,000. 12,000 രൂപ ഈ ചെങ്ങായി ഇങ്ങോട്ട് തരാനുണ്ട്, 3,000 രൂപയാണ് അങ്ങോട്ട് കൊടുക്കാറുള്ളത്. ഇവൻ എത്ര പൈസ തരാനുണ്ട്? പറയും മക്കളെ 9,000. 8,000 രൂപയാണ് ആൾ ഇങ്ങോട്ട് തരാനുള്ളത്, 2,000 രൂപയാണ് ആൾക്ക് അങ്ങോട്ട് കൊടുക്കാറുള്ളത്, 6,000 രൂപ ആൾ ഇങ്ങോട്ട് തരാനുണ്ട്. പിയും ക്യൂവും ആറും ഇതേപോലെ തന്നെ എന്താ പറയാ? പൈസ ഇല്ല എന്ന് പറയും. അതായത് ഡെഫിഷ്യൻസി എന്ന് പറയും. ഉള്ളു പണി കഴിഞ്ഞ്. അല്ല സാർ അതൊക്കെ ഓക്കെ, രസമുണ്ട്, നല്ല രസമുണ്ട് ചെയ്യാനായിട്ട്, അതൊക്കെ ഓക്കെ. എന്തപ്പോ ലാസ്റ്റ് ഒരു അക്കൗണ്ട് അടിച്ചിരുന്നത്? ഇതേത് അക്കൗണ്ട്? ഇതാ രസം. ഈ അക്കൗണ്ടിന്റെ പേരെന്താ പറയുക? പൈസ ഇല്ലാത്തൊരു അക്കൗണ്ട്. ഓരോ പ്രാന്തന്മാര് നോക്കി നിങ്ങൾ. കാരണം ഒന്നാമത് ഇവർക്ക് ആർക്കും പൈസ കൊടുക്കാനില്ല, എല്ലാവരും നമ്മൾ പ്രായപ്പെട്ടാണ് പോയിക്കണേ. ഇത് മൊത്തം പോരായിട്ട് നമ്മൾ പറയുന്ന ഒരു അക്കൗണ്ട് വരയ്ക്കുക, പൈസ ഇല്ലാത്ത അക്കൗണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് പറഞ്ഞു പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു. ഇവിടെ വന്നുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ? അത് വീണ്ടും എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതുക, ആ പൈസ ഇല്ലാത്ത അക്കൗണ്ട് എഴുതുക. അപ്പൊ അതാണ് ഏത് അക്കൗണ്ട് പറയും മക്കളെ? ഡെഫിഷ്യൻസി അക്കൗണ്ട്. ഇനി രസമുണ്ട്, ഇതാ ഇങ്ങോട്ട് വാ. ഇവിടെ ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് ഇവിടെ ഡെബിറ്റ് സൈഡിലല്ലേ എഴുതി, ഇവിടെയും ഡെബിറ്റ് സൈഡിലല്ലേ എഴുതി. അപ്പൊ രണ്ട് അക്കൗണ്ടിൽ പോകണം, ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ പോകണം. ഇവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പോകണം. ഇതാ ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക, എന്താ എഴുതുക? ബാങ്ക് ലോൺ 18,000, ക്രെഡിറ്റേഴ്സ് 12,000, അങ്ങനെ മൊത്തം എത്ര? 30,000. പറപ്പിക്കും. ഇവിടെ നമ്മൾ ഡെഫിഷ്യൻസി എന്നല്ലേ എഴുതി, അപ്പൊ ഡെഫിഷ്യൻസി അക്കൗണ്ട് പോകണം. ഇത് ക്രെഡിറ്റ് സൈഡ് അല്ലേ, അപ്പൊ ഇവിടെ പോകണം, ഡെബിറ്റ് സൈഡിൽ പോകണം. ഡെബിറ്റ് സൈഡിൽ പോയിട്ട് എന്താ എഴുതുക? PQR. ഈ കള്ളന്മാരാണ് പൈസ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ കേട്ടോ. അപ്പൊ തല്ലുമ്പോൾ അവിടെ പോയി തള്ളിക്കോ, ഇനിയിപ്പോ തല്ലാനും പറ്റൂലേ. അതാണ് പ്രശ്നം. കാരണം ഇൻസോൾവെന്റ് ആയിട്ട് ഇതിന്റെ ബാഡ് ചെയ്തിട്ട് പോയി ചത്താൽ ലാസ്റ്റ് നമുക്ക് പണി കിട്ടും, മനസ്സിലായോ? കാരണം ഇൻസോൾവെന്റ് ആളെടുത്ത് പൈസ പോയി ചോദിച്ചാൽ നമുക്ക് ആ കേസ് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് അക്കൗണ്ട് കഴിഞ്ഞ്? ഈ അക്കൗണ്ട് കഴിഞ്ഞ്. പിന്നെ ഏത് അക്കൗണ്ട് കഴിഞ്ഞ്? ഈ അക്കൗണ്ട് കഴിഞ്ഞ്. ഏത് അക്കൗണ്ട് കഴിഞ്ഞ്? പറയടാ. ബാങ്ക് ലോൺ അക്കൗണ്ട് കഴിഞ്ഞ്. പിന്നെ ഏത് അക്കൗണ്ട് കഴിഞ്ഞ്? ഇത് നല്ല രസമുള്ള പെണ്ണാണ്. എല്ലാ പാർട്ട്നേഴ്സ് ഇൻസോൾവെന്റ് നല്ല രസം ചെയ്യാൻ, പട്ട 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 ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായ മക്കളെ? ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻസോൾവൻസി ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആക്ച്വലി. സോ ഇത്തരം ഇല്ലുസ്ട്രേഷൻസ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം, ആസ് യൂഷ്വൽ പ്രിപ്പയർ ചെയ്യുന്ന ഈ 3 അക്കൗണ്ട് മാത്രം പോരാ. ഏതെങ്കിലും ലയബിലിറ്റി അക്കൗണ്ട്, കൺസേൺഡ് ലയബിലിറ്റി അക്കൗണ്ട് വരയ്ക്കുക. പിന്നെ കാശ് എടുത്തിട്ട് ആദ്യം അവർക്ക് കൊടുക്കുക. ഇല്ലാത്തടത്തൊക്കെ എന്ത് ചെയ്യുക? ഡെഫിഷ്യൻസി എഴുതുക, ഡെഫിഷ്യൻസി അക്കൗണ്ട് വരയ്ക്കുക, ചെയ്യുക, ഫിനിഷ്. ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് വെൽ ആസ് ബോറിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ ഭയങ്കര രസമുണ്ട്, പട ചെയ്യാൻ പറ്റും. പക്ഷെ ബോറിംഗ് ആണെന്ന് വെച്ചാൽ വരച്ച് ഒരു കാര്യമില്ലാത്ത എഴുത്തും കുത്താണ്. അതുകൊണ്ട് ഞാൻ ചെയ്തൊരു ഫാസ്റ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റട്ടെ. സോ നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക, വരക്കുക, പറപ്പിക്കുക. ആ ഒരു എമൗണ്ട് ഓഫ് കോൺഫിഡൻസ്, ആ ഒരു ഗ്രിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? നേടിയെടുക്കുക എന്ന് തന്നെ പറയാം. അതെങ്ങനെ നേടിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേഷൻ ചെയ്ത പ്രാക്ടീസ്, ആ ക്വസ്റ്റ്യന്റെ സിറ്റുവേഷന്റെ ഉള്ളിലുള്ള നമ്മുടെ കോൺഫിഡൻസ്, ആ സിറ്റുവേഷൻ എത്രത്തോളം അറിയുന്നു അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.